സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അനുശോചന സന്ദേശം സീറോ മലബാർ സഭയുടെ PRO ബഹുമാനപ്പെട്ട ടോം ഓലിക്കരോട്ടച്ചൻ ഇപ്പോൾ വായിക്കുകയാണ്. അഭിവന്ധ്യ പിതാക്കന്മാരെ, ആദരണീയരായ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കേരള സഭയിലെ അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതന്മാരിലൊരാളും ബഹുമുഖ പ്രതിഭയുമായിരുന്ന തലശ്ശേരി അതിരൂപത വൈദികനായ ബഹുമാനപ്പെട്ട മൽപ്പാൻ മൈക്കിൾ കാര്യമറ്റത്തിലച്ചൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട വിവരമറിഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ തലമുറയ്ക്ക് ഇത്രമേൽ പരിചിതമാക്കുന്നതിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞാൻ എൻ്റെ ദുഃഖം ചേർത്ത് വയ്ക്കുന്നു. ഒരായുസ് മുഴുവൻ തിരുവചനം പഠിക്കാനും പഠിപ്പിക്കാനുമായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു ബഹുമാനപ്പെട്ട കാര്യമറ്റത്തിലച്ചൻ്റെ ജീവിതം. ദൈവവചനത്തിൻ്റെ സാക്ഷിയും ശുശ്രൂഷകനുമായാണ് അദ്ദേഹം ജീവിച്ചത്. POC മലയാള ബൈബിൾ പരിഭാഷയുടെ മുഖ്യ പങ്കാളികളിൽ ഒരാൾ, 2000-ലധികം TV പ്രഭാഷണങ്ങളിലൂടെ തിരുവചനത്തിൻ്റെ ചുരുളഴിച്ച വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ, 52-ലധികം ബൈബിൾ ചിത്രകഥകളുടെയും 100-ലധികം പുസ്തകങ്ങളുടെ രചയിതാവ്, പ്രഗത്ഭനായ ബൈബിൾ അധ്യാപകൻ എന്നിങ്ങനെ വിലയേറിയ സംഭാവനകൾ അച്ഛൻ തൻ്റെ ജീവിതത്തിലൂടെ നൽകി. തൃശൂർ മേരിമാതാ മേജർ സെമിനറിയുടെ റെക്ടറായി ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അഭിവന്ധ്യ തൂങ്കുഴി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റത്തിലച്ചനെ അവിടേക്ക് ബൈബിൾ പഠിപ്പിക്കാൻ ക്ഷണിക്കുന്നത്. പിന്നീടുള്ള 20 വർഷങ്ങൾ അദ്ദേഹം ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ വൈദികാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്ന നിസ്തുലമായ ശുശ്രൂഷയാണ് സെമിനാരിക്ക് നൽകിയത്. തിരുവചനത്തോട് ആത്മബന്ധമുള്ള പുരോഹിതരെ രൂപീകരിക്കുന്നതിൽ അച്ഛൻ വഹിച്ച പങ്ക് വിസ്മരിക്കാവുന്നതല്ല. ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ ചെയ്ത മഹനീയ ശുശ്രൂഷകൾ ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം ബാഹ്യമായ ഭക്തി മാത്രം കാണിച്ചിരുന്ന വൈദികനായിരുന്നില്ല. മറിച്ച് തൻ്റെ വിശ്വാസം ആധികാരികമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായി തീർന്ന ഒരു ആധ്യാത്മിക വ്യക്തിത്വമായിരുന്നു. സഭാ ശുശ്രൂഷയിൽ അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ടാണ് 2022 ജൂലൈ 3 സഭാദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സീറോ മലബാർ സഭയിൽ അതുല്യ സംഭാവനകൾ നൽകുന്ന വൈദികർക്ക് നൽകുന്ന മൽപ്പാൻ പദവി നൽകി അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മൈക്കിളച്ചനെ ആദരിച്ചത്. തൻ്റെ ഓട്ടം വിശ്വസ്തയോടെ പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മൈക്കിളച്ചന് ദൈവം അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന മിശിഹായുടെ വാക്കുകൾ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും, പ്രത്യേകമായി തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനോടും, അഭിവന്ധ്യ മാർ ജോർജ് വലിയമറ്റം പിതാവിനോടും, അഭിവന്ധ്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിനോടും വൈദിക സമൂഹത്തോടും എൻ്റെ അനുശോചനം അറിയിക്കുന്നു. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്ത നിത്യാനന്ദത്തിലേക്ക് കാരുണ്യവാനായ ദൈവം ബഹുമാനപ്പെട്ട മൽപ്പാൻ മൈക്കിൾ കാര്യമറ്റത്തിലച്ചനെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. മാർ റാഫേൽ തട്ടിൽ, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്.